ഇവിടെ LDF ജയിക്കുമല്ല എന്നാ പി രാജീവ് ജയിക്കും. 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ രാജീവ് നടപ്പാക്കിയിട്ടുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിലെ കളമശ്ശേരി മണ്ഡലത്തിൽ രാജീവ് തന്നെ ജയിക്കുള്ളൂ. പി രാജീവ് തന്നെ ജയിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അടിപൊളിയായിരുന്നു. അടിപൊളിയൊന്നുമല്ല, 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു. UDF ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം 10 വർഷത്തെ ജനതകളുടെ ദുരിതം, അതിൽ നിന്നൊരു മോചനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള ആളയിക്കണമെന്നാണ് ആഗ്രഹം. ഈ മണ്ഡലത്തില് പി രാജീവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട്. രാജീവ് സാർ ജയിക്കും. കാരണം എന്താ? അദ്ദേഹം ഇവിടെ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടുത്തുകാരനല്ല, എന്നാലും ഇവിടെ വന്ന് കണ്ടതാണ്. ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം വളരെയേറെ അതൃപ്തിയോട് കൂടിയതും മന്ത്രിസഭയുടെ ധൂർത്തും അഴിമതിയും സ്വർണ്ണ കവർച്ചയും എന്ന് വേണ്ട വായിൽ ഒതുങ്ങില്ല, അതുപോലെ പറയാനുണ്ട്. രാജീവിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് രാജീവ് നല്ലൊരു പ്രവർത്തനം ഇപ്പോൾ കാഴ്ചവെക്കണത്. പിന്നെ ഭരണവിരുദ്ധ ഇത് ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെ മാറ്റം വരുമെന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. പി രാജീവിന്റെ ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഒരു 90% സക്സസ് ആണ്. രാജീവ് തന്നെ. രാജീവ് മിനിസ്റ്റർ രാജീവ് ജയിക്കും. പി രാജീവ് തന്നെ ജയിക്കും. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നില്ല. അവസാന നിമിഷമൊക്കെ അദ്ദേഹം ഓടിക്കയറി നന്നായിട്ട് മണ്ഡലം നന്നായിട്ട് നോക്കുന്നുണ്ട്. കളമശ്ശേരിയുടെ മെഡിക്കൽ ഹബ്ബാക്കി പിന്നെ ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റിയൊക്കെ രാജുവിന് വലിയ പങ്കാണ്. വ്യവസായ മന്ത്രി എന്ന നിലയിൽ നിലയ്ക്ക് നന്നായിട്ട് ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യാനാ? ഈ തല്ലിപ്പൊളി കോൺഗ്രസിനാ, BJPക്കോ വർഗീയവാദികൾക്കോ? കേരളത്തിൽ വർഗീയവാദികളും കോൺഗ്രസും കൂടി ഒന്നാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇന്നുള്ളത് കളമശ്ശേരി മണ്ഡലത്തിലാണ്. കളമശ്ശേരി ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? വ്യവസായ മന്ത്രി പി രാജീവ് തന്റെ മണ്ഡലം നിലനിർത്തുമോ, അതോ UDF തിരിച്ചുപിടിക്കുമോ, അതോ BJP ഇത്തവണ കളം മാറ്റി ചവിട്ടുമോ? ജനങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പി രാജീവ് ജയിക്കും. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ തൃപ്തനാണോ? പൂർണ്ണ തൃപ്തനാണ്. സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, ഒരുപാട് കാര്യങ്ങൾ. 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ രാജീവ് നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യലിറ്റി ബ്ലോക്കിൻ്റെയും ക്യാൻസർ സെൻറ്ററിൻ്റെയും ഉദ്ഘാടനം അതെല്ലാം രാജീവിൻ്റെയും കൂടി നേതൃത്വത്തിൽ നടന്നതാണ്. കേരളത്തിലെ വ്യവസായം ഇന്ത്യ രാജ്യത്ത് 29ാം സ്ഥാനത്ത് കിടന്നത് 1ാം സ്ഥാനത്ത് കൊണ്ടുവന്നു. വ്യവസായ സമൃദ്ധ സ്റ്റേറ്റായിട്ട് കേരളത്തിനെ മാറ്റി. രാജീവിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മിടുക്കാണ്. കൂടാതെ ഇന്ത്യക്ക് മാതൃകയാണ്. ലോകത്ത് അമേരിക്കയാണല്ലോ നമ്പർ 1 കണക്കാക്കുന്നത്. ശിശുമരണ നിരക്കിൽ അമേരിക്കനെ കടത്തി വെട്ടി കേരളം. അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പോൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യാനാ? ഈ തല്ലിപ്പൊളി കോൺഗ്രസിനാ, BJPക്കോ വർഗീയവാദികൾക്കോ? കേരളത്തിൽ വർഗീയവാദികളും കോൺഗ്രസും കൂടി ഒന്നാണ്. പ്രതിപക്ഷ നേതാവിന് ഉതകുന്ന ഒരു നേതാവല്ല അയാൾ. രാജീവ് സാർ ജയിക്കും. കാരണം എന്താ? അദ്ദേഹം ഇവിടെ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടുത്തുകാരനല്ല, എന്നാലും ഇവിടെ വന്ന് കണ്ടതാണ്. ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങളായിട്ട് നല്ലൊരു അടുപ്പുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഹാപ്പിയാണോ? ഞാൻ ഇവിടുത്തുകാരനല്ല, എന്നാലും ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു ഓക്കെ ആണെന്നാണ് പറയുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്യാൻസർ സെൻറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ കുറേ കാര്യങ്ങൾ വന്നിട്ടില്ല. ഞാൻ ഇവിടെ കൂടുതൽ ഇവിടുത്തെ അറിയില്ല, എന്നാലും നമ്മൾ ന്യൂസിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെയാണ്. കളമശ്ശേരി മണ്ഡലത്തിലെ കളമശ്ശേരി മണ്ഡലത്തിൽ രാജീവ് തന്നെ ജയിക്കുള്ളൂ. പി രാജീവ് തന്നെ ജയിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അടിപൊളിയായിരുന്നു. അടിപൊളിയൊന്നുമല്ല, അയാളെ ജയിക്കുള്ളൂ. അടിപൊളിയൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ജയിക്കണ അയാളായിരിക്കുള്ളൂ. ഗഫൂറാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പം അതിൻ്റെ വലിയ ജയിക്കാൻ സാധ്യതയില്ല. ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് അല്ലാത്തതുകൊണ്ടാണോ ജയിക്കാത്തത്? അത് തന്നെയാണ്. പക്ഷെ അത് തന്നെയല്ല മണ്ഡലം, അവരുടെ മണ്ഡലമാണത്. ഇത് ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണ്, അതുകൊണ്ട് ജയിക്കും. അദ്ദേഹത്തിന്റെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു. ഇപ്പൊ കുറച്ച് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അല്ല വേറെ ഒന്നും ചെയ്യണമെന്ന്. തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പിന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഹാപ്പി അല്ല അദ്ദേഹത്തിന്റെ ഭരണത്തില്? സന്തോഷമൊന്നുമില്ല. കാരണം എന്നാലും പുള്ളി ജയിക്കുള്ളൂ. UDF ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. UDF ജയിക്കും. കാരണം 10 വർഷത്തെ ജനതകളുടെ ദുരിതം, അതിൽ നിന്നൊരു മോചനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം വളരെയേറെ അതൃപ്തിയോട് കൂടിയതും മന്ത്രിസഭയുടെ ധൂർത്തും അഴിമതിയും സ്വർണ്ണ കവർച്ചയും എന്ന് വേണ്ട വായിൽ ഒതുങ്ങില്ല, അതുപോലെ പറയാനുണ്ട്. രാജീവിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് രാജീവ് നല്ലൊരു പ്രവർത്തനം ഇപ്പോൾ കാഴ്ചവെക്കണത്. പിന്നെ ഭരണവിരുദ്ധ ഇത് ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെ മാറ്റം വരുമെന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്.
ഇപ്പം ഈ കളമശ്ശേരി മണ്ഡലം ഉദ്ദേശിച്ച് നോക്കുമ്പോൾ രാജീവിൻ്റെ പ്രവർത്തനം നല്ല പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസനം ഒരു നല്ലൊരു പണ്ടൊക്കെ ഇതൊക്കെ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭരണവിരുദ്ധം കൊണ്ട് പ്രവചിക്കാൻ പറ്റാത്ത മിക്കവരുടെ അഭിപ്രായം അതാണ്. ഭയങ്കര ഈ ജനങ്ങൾക്ക് പല ഇതിലും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ടാക്സി ഇതിൻ്റെ ക്ഷേമനിധി ഈ 15 വർഷം ഒന്നിച്ചടക്കാൻ പറഞ്ഞൊരു ക്ഷേമനിധിയുടെ പ്രശ്നം വന്നിട്ടുണ്ട്. അത് എല്ലാ ഡ്രൈവർമാർക്കും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും നേരത്തെ മുതൽ അടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഈ കാലങ്ങളോളായിട്ട് ഈ കുറച്ച് നാളായിട്ട് ഇത് നിർത്തി വെച്ചേക്ക സ്റ്റേ എന്തോ ആയിരുന്നു. ഇപ്പോൾ 10 വർഷത്തേക്ക് എൻ്റെയൊക്കെ 10 വർഷം വരെയും ഇതിൻ്റെ അടക്കാൻ പറഞ്ഞ നോട്ടീസ് വന്നേക്കാണ്. അത് ഫിറ്റ്നസ്സിനെ പോകുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഫിറ്റ്നസ് ചെയ്യാനല്ല, മറ്റേ റീടെസ്റ്റ് ചെയ്യാനായിട്ട് നടക്കുന്നില്ല. അപ്പം അതൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പൊതുവേ ഇതുണ്ട് ഭരണവിരുദ്ധ വികാരം എല്ലാവരും പൊതുവേ പറയണ്ട. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും അതിന് കളമശ്ശേരിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ഇതെല്ലാം ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഭരണമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനൊക്കെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പാർട്ടിയിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ നല്ലൊരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കണമെന്നുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഇത് മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായപ്പോൾ മാറ്റം ആഗ്രഹിക്കാൻ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാവങ്ങളൊക്കെ സഹായിക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പൊക്കെ ആ ലെവലൊക്കെ മാറിപ്പോയി. നല്ല കഴിവുള്ള ആളയിക്കണമെന്നാണ് ആഗ്രഹം. ഈ മണ്ഡലത്തില് പി രാജീവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട്. പി രാജീവ് ആണെങ്കിലും ഗഫൂറാണെങ്കിലും ചെയ്യുമായിരിക്കും. രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ നോക്കി കാണും? പ്രവർത്തിച്ചിട്ടുണ്ട് പുള്ളി. ഇവിടെ LDF ജയിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഓരോ വികസനത്തിനും ഇപ്പം എല്ലാവർക്കും ഓരോ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഓരോ ഇല്ലായ്മ വന്നോടത്ത് അവർ പരിഹാരം കാണുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ എന്തെന്നാ ചെയ്യാനുള്ള? ഇവിടെ എല്ലാം VIP-കളെല്ലാം താമസിക്കുന്നത്. പിന്നെ ഇവിടെ എന്തെന്നാ ചെയ്യാനുള്ള ഇല്ലാത്തടത്ത് അവർ ചെയ്യുന്നുണ്ട്. ഓരോ സ്കൂളായിട്ടും അതുപോലെ വീടില്ലാത്തവർക്ക് വീടായിട്ടും. പിന്നെ ഒരു 91 വയസ്സുകാരൻ പറഞ്ഞേട്ടാ, ഒരു 91 വയസ്സായ വയനാടാട്ടെന്നാണ്. 91 വയസ്സായി പുള്ളിക്ക്. എനിക്ക് ആ 2000 രൂപയുടെ ഒരു പദവി എടുത്ത് കാണിക്കണണ്ട. അതല്ലേ ഏറ്റവും വലുത്. ഒരു ഇല്ലായ്മക്കാരൻ എനിക്ക് ഒരു 2000 രൂപ കിട്ടുമ്പോൾ അവനിക്ക് ഒരു വല്ലാത്തൊരു ഒരു തണലാണ്. LDF സർക്കാർ വലിയ ഒരു താങ്ങാണ് തരുന്നത്. അത് തന്നെ ഒരു താങ്ങല്ലേ പാവപ്പെട്ടവർക്ക്. അതൊരു താങ്ങാണ്. 5 വർഷക്കാലം വളരെ നന്നായിട്ട് ഇതിൻ്റെ പുള്ളി അതിന് മുമ്പ് എനിക്ക് പരിചയക്കാരാണ്, ഫാമിലി സുഹൃത്തുക്കളാണ്. പി രാജീവിന്റെ ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഒരു 90% സക്സസ് ആണ്. പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാടുണ്ട്. കളമശ്ശേരിയിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണോ? നമ്മൾ എല്ലാ രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങളും. മാലിന്യ പ്രശ്നങ്ങളാണല്ലോ കളമശ്ശേരിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്. അതൊക്കെയാണ് അതിനൊരു പരിഹാരമായിട്ടുണ്ടോ? അത് മാത്രമല്ല, വെള്ളക്കെട്ടിന് പെയിൻ പ്രശ്നം അത് പുള്ളി പുസ്തോ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അത് ഓക്കെ. ഇനി മഴ വരുമ്പോൾ അത് ഓക്കെയാണ്. അത് പ്രോബ്ലം ഇല്ല. പിന്നെ തൊഴിൽ ഇഷ്ടം പോലെ വരും. നല്ല അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ രീതിയിലും പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തെ പി രാജീവിന്റെ പ്രവർത്തനങ്ങളിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പക്ഷേ ഇത് നമുക്ക് ഇനി ഇലക്ഷൻ ചൂടാവണല്ലോ. അദ്ദേഹം തന്നെ തുടരുന്നാണോ തോന്നുന്നത്, അതോ ഭരണ മാറ്റം ഉണ്ടാകുമോ? അദ്ദേഹം ജയിച്ചു വന്നാലും ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കാം. കാരണം മുകളിൽ ഇവർ മറ്റൊരു വേണമെന്നില്ലല്ലോ. രാജീവ് ജയിച്ചു വരും, അതുറപ്പ്. കളമശ്ശേരിയിൽ പി രാജീവ് തന്നെ ജയിക്കും. പക്ഷെ അതുകൊണ്ട് ഭരണം കിട്ടണമെന്നില്ല. രാജീവ് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ തൃപ്തനാണോ? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത്? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഇതിന് മുമ്പ് UDF ഭരിച്ച സ്ഥലമായിരുന്നല്ലോ. അപ്പോൾ അതാണ് LDF പിടിച്ചിരിക്കുന്നത്. അപ്പോൾ LDF ഇനിയും ഇപ്പം അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും വീണ്ടും വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഗഫൂർ ഭരണമാറ്റം വിചാരിക്കുന്നുണ്ടോ?
ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ചാൻസ് കാരണം നിലവിലെ ഭരണത്തിനോടുള്ള വിരോധം ഉണ്ടാകുന്നത് ആ കണ്ടീഷൻ കഴിഞ്ഞാണ് നിസ്സാര വോട്ടിനല്ലേ ജയിച്ചത് രാജീവ്. വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ നോക്കിക്കാണും? മന്ത്രി എന്ന നിലയിലും കുഴപ്പമില്ല, പക്ഷെ ജയിക്കാൻ ചാൻസ് ഇടതുപക്ഷത്തിനെതിരാണ്. രാജീവ് മിനിസ്റ്റർ രാജീവ് ജയിക്കും. പി രാജീവ് തന്നെ ജയിക്കും. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നില്ല. അവസാന നിമിഷമൊക്കെ അദ്ദേഹം ഓടിക്കയറി നന്നായിട്ട് മണ്ഡലം നന്നായിട്ട് നോക്കുന്നുണ്ട്. പി രാജീവ് മന്ത്രി എന്ന നിലയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കളമശ്ശേരിയുടെ മെഡിക്കൽ ഹബ്ബാക്കി പിന്നെ ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റിയൊക്കെ രാജുവിന് വലിയ പങ്കുണ്ട്. വ്യവസായ മന്ത്രി എന്ന നിലയിൽ വ്യവസായ മന്ത്രി നിലയ്ക്ക് നന്നായിട്ട് ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇവിടെ നമ്മുടെ മിനിസ്ട്രിയുടെ നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പറയലും മിനിസ്റ്റർ രാജീവിൻ്റെ കൈ തന്നെ. പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട് രാജീവിയുടെ പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കളമശ്ശേരി അരൂർ മേഖലകൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്.